മഹാകേരളം ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വർഷം 2025 ജൂൺ 7-ാം തീയതി ചൊവ്വ കർക്കടകം രാശിയിൽ നിന്നും ചിങ്ങത്തിലേക്ക് രാശി മാറിയിരിക്കുകയാണ്. ഇവിടെ ജൂലൈ 28-ാം തീയതി വരെ നിൽക്കുന്നതുമായിരിക്കും. വളരെ സമയത്തിന് ശേഷമാണ് ചൊവ്വ തൻ്റെ നോർമൽ സഞ്ചാരസ്ഥിതിയിൽ വരുന്നത്. വർഷം 2024 ഓഗസ്റ്റ് 26-ാം തീയതി ഇടവത്തിൽ നിന്നും മിഥുനത്തിലേക്ക് പ്രവേശിച്ച ചൊവ്വ ഏകദേശം 10 മാസക്കാലത്തോളം മിഥുനം കർക്കടകം രാശികളിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. സാധാരണ 45 ദിവസമാണ് ചൊവ്വ ഒരു രാശിയിൽ സഞ്ചരിക്കുന്നത്. അങ്ങനെ ഏകദേശം 3 മാസം കൊണ്ട് മിഥുനം കർക്കടകം രാശി സഞ്ചരിച്ച് തീർക്കേണ്ടതായിരുന്നു. പക്ഷേ 3 മാസത്തിന് പകരം ചൊവ്വ ഏകദേശം 10 മാസക്കാലത്തോളമായിരുന്നു ഈ 2 രാശികളിൽ സഞ്ചരിച്ചത്. കർക്കടകം രാശി ചൊവ്വയുടെ നീചസ്ഥാനമാണ്. ഇവിടെ ചൊവ്വ വക്രഗതിയിലും ആയതായിരുന്നു. സാഹസം, പരാക്രമം, ശൗര്യം, പ്രോപ്പർട്ടി, കൺസ്ട്രക്ഷൻ, വാണി, കോമ്പറ്റീഷൻ, സ്കിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചൊവ്വ. ചൊവ്വയ്ക്ക് 3 ദൃഷ്ടികളാണുള്ളത്. 4, 7, 8 എന്നിവയാണ് അവ. 4-ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 12-ാം ഭാവത്തിലാണ്. ഇത് ചൊവ്വയുടെ സ്വന്തം രാശിയായ വൃശ്ചികം രാശിയാണ്. 7-ാം ദൃഷ്ടി പതിക്കുന്നത് 3-ാം ഭാവത്തിലും 8-ാം ദൃഷ്ടി പതിക്കുന്നത് 4-ാം ഭാവത്തിലുമായിരിക്കും. 9-ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വയോടൊപ്പം കേതുവും നിൽക്കുന്നുണ്ട്. ചൊവ്വയുടെ 7-ാം ദൃഷ്ടി രാഹുവിൻ്റെ മേലും രാഹുവിൻ്റെ 7-ാം ദൃഷ്ടി ചൊവ്വയുടെ മേലുമാണ് പതിക്കുന്നത്. 9-ാം ഭാവത്തിൽ ചൊവ്വയും കേതുവും ചേർന്ന് അംഗാരകദോഷവും നിർമ്മിക്കുന്നുണ്ട്. ചൊവ്വയുടെ 8-ാം ദൃഷ്ടി 4-ൽ നിൽക്കുന്ന ശനിയുടെ മേലാണ് പതിക്കുന്നത്. ശനി 4-ൽ നിൽക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതിൻ്റെ എല്ലാം ഇമ്പാക്റ്റും കാണുവാൻ സാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ ഈ രാശിമാറ്റം വളരെ പ്രഭാവശാലിയായിരിക്കും. ചൊവ്വയുടെ ഈ രാശിമാറ്റവും അംഗാരകദോഷവും ധനുരാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തും എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത്. ചൊവ്വ രാശി മാറിയിരിക്കുന്നത് നിങ്ങളുടെ 9-ാം ഭാവത്തിലേക്കാണ്. ചൊവ്വ 5-ാം ഭാവാധിപനാണ്. 5-ാം ഭാവം ലക്ഷ്മി ത്രികോണസ്ഥാനമാണ്. ലക്ഷ്മി ത്രികോണസ്ഥാനാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാക്കുന്നതായിരിക്കും. ഈ സമയത്ത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും. വിദേശത്ത് ഓൾറെഡി താമസിക്കുന്നവർക്കും ഇത് അനുകൂല സമയമായിരിക്കും. പക്ഷേ ഇവിടെ അംഗാരകദോഷവും നിർമ്മിതമാകുന്നുണ്ട്. ചൊവ്വ അഗ്നിതത്വമുള്ള ഗ്രഹമാണ്. ചിങ്ങം രാശിയും അഗ്നിതത്വമുള്ള രാശിയാണ്. ഈ സമയത്ത് പല അനുകൂല പരിവർത്തനങ്ങൾ കാണുവാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ അതിനുവേണ്ടി കുറച്ച് കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടി വരും. 9-ാം ഭാവം ആധ്യാത്മിക ധാർമ്മിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പങ്കെടുക്കുന്നതുമായിരിക്കും. 9-ാം ഭാവത്തിലെ അംഗാരകദോഷം പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ വർധനവ് അനുഭവപ്പെടുന്നതുമായിരിക്കും. അതുപോലെ പിതാവുമായി ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഈ സമയത്ത് ഓഫീസിൽ മേലധികാരികളുമായി വാക്കുതർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഇത് കരിയറിനെയും ചിലപ്പോൾ പ്രതികൂലമായി ബാധിക്കുന്നതായിരിക്കും. അതിനാൽ എല്ലാവരോടും സൗമ്യതയോടെ വേണം പെരുമാറുവാൻ. ഈ സമയത്ത് സന്താനപക്ഷത്തെക്കുറിച്ച് പല ആശങ്കകളും ഉണ്ടാകുന്നതായിരിക്കും. വിദ്യാർത്ഥികൾ ഈ സമയത്ത് വളരെ ശ്രദ്ധിക്കണം. പ്രതികൂല ദശാസന്ധി, അപഹാരം എന്നിവയുള്ളവർക്ക് പഠനത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്.
ഈ സമയത്ത് ധനുരാശിക്കാരുടെ ക്രോധത്തിൽ വർധനവുണ്ടാകുവാനും സാധ്യതകളുണ്ട്. ഇതിൽ ശ്രദ്ധിക്കണം. ഈ സമയത്ത് അപ്രതീക്ഷിതമായി ചിലർക്ക് ട്രാൻസ്ഫർ ലഭിക്കുവാനും ഇടയുണ്ട്. പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ വാക്കുതർക്കങ്ങളോ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ചൊവ്വയുടെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് ഇനി വിവരിക്കുന്നത്. ചൊവ്വയുടെ 4ാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ 12ാം ഭാവത്തിലാണ്. ഇത് ചൊവ്വയുടെ സ്വരാശിയായ വൃശ്ചികം രാശിയാണ്. ഇത് 12ാം ഭാവത്തെ സ്ട്രോങ് ആക്കുന്നതായിരിക്കും. വിദേശത്ത് പോകാനുള്ള സാധ്യതകൾ വർദ്ധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായോ മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ കരിയർ സംബന്ധമായോ വിദേശത്ത് പോകാൻ സാധ്യതകളുണ്ട്. ധാർമ്മിക യാത്രകൾ ചെയ്യുവാൻ അനുകൂല സമയമായിരിക്കും ഇത്. ഈ സമയത്ത് ചിലവുകൾ വർദ്ധിക്കുന്നതാണ്. അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. ഇത് ചിലപ്പോൾ ആശുപത്രി ചിലവുകൾ, വീടിൻ്റെയോ വീട്ടുപകരണങ്ങളുടെയോ വാഹനത്തിൻ്റെയോ റിപ്പയറിങ്ങിനോ വേണ്ടിയൊക്കെ ആയിരിക്കും കൂടുതലും ഉണ്ടാകുന്നത്. ഈ സമയത്ത് അപകടത്തിൽ പരിക്കുകൾ പറ്റാൻ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിലും ശ്രദ്ധിക്കണം. ചൊവ്വയുടെ 7ാം ദൃഷ്ടി പതിക്കുന്നത് 3ാം ഭാവത്തിലാണ്. ഇവിടെ രാഹുവും നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് അമിത ഉത്സാഹത്തോടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നതാണ്. ഇത് ചിലപ്പോൾ പ്രതികൂല ഫലങ്ങളും ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. അതിനാൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുവാനുള്ള ഉത്സാഹം നല്ലതാണ്, പക്ഷേ അത് അമിതമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ആത്മധൈര്യത്തിലും വർധനവുണ്ടാകുന്നതായിരിക്കും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഈഗോ പ്രശ്നങ്ങൾ ഇടയ്ക്ക് വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഈ സമയത്ത് സഹോദരങ്ങളുമായി വാക്കുതർക്കങ്ങളും കലഹങ്ങളും മറ്റും ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഇത് അവോയ്ഡ് ചെയ്യുവാൻ ശ്രമിക്കണം. അതുപോലെ സുഹൃത്തുക്കളുമായും ബന്ധത്തിൽ വിള്ളലുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഈ സമയത്ത് റിസ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഉത്തമം. ചൊവ്വയുടെ 8ാം ദൃഷ്ടി 4ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഇവിടെ ശനിയും നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ മിക്സ് റിസൾട്ടുകളായിരിക്കും കാണാൻ സാധിക്കുന്നത്. ചൊവ്വ പ്രോപ്പർട്ടിയുടെ കാരകഗ്രഹമാണ്. അതുപോലെ 4ാം ഭാവം പ്രോപ്പർട്ടിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഈ സമയത്ത് പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിൽ നല്ല ലാഭം ലഭിക്കുന്നതായിരിക്കും. ശനി ധനസ്ഥാനാധിപനാണ്, നിൽക്കുന്നത് 4ാം ഭാവത്തിലാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് കണ്ടകശനിയുടെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതിനാൽ കണ്ടകശനിയുടെ അധികം പ്രഭാവങ്ങൾ ഉണ്ടാകുന്നതല്ലായിരിക്കും. വിദേശത്ത് താമസിക്കുന്നവർക്ക് ഈ സമയത്ത് അവിടെ പ്രോപ്പർട്ടികൾ വാങ്ങുവാൻ യോഗമുണ്ടാകുന്നതായിരിക്കും. ഈ സമയത്ത് വരുമാനത്തിനുള്ള പുതിയ സോഴ്സുകൾ കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും. 4ൽ ചൊവ്വ ശനി ചൊവ്വയുടെ പ്രഭാവം കാരണം ഇമോഷനെ കൺട്രോൾ ചെയ്യുവാൻ വിഷമം അനുഭവപ്പെടുന്നതായിരിക്കും. ഇത് കുടുംബത്ത് വാക്കുതർക്കങ്ങളും കലഹങ്ങളും മറ്റും വർദ്ധിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. ഓഫീസിലും കുടുംബത്തും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നിങ്ങളെ മാനസികമായി ചില സമയത്ത് തളർത്തുന്നതായിരിക്കും. പക്ഷേ ഈ സമയത്ത് ഇതിനെയെല്ലാം ധൈര്യപൂർവം വിവേകപൂർവം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ എല്ലാം തന്നെ നിയന്ത്രണത്തിലാക്കുവാൻ സാധിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് ധൃതി പിടിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. ഇൻലോസുമായും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. ഇതാണ് ചൊവ്വയുടെ രാശിമാറ്റവും അംഗാരകദോഷവും ധനുരാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.